ഹായ് ഗായ്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കബ്സയാണ്. ഒരു അറേബ്യൻ ഡിഷായിട്ടുള്ള ചിക്കൻ കബ്സ ഉണ്ടാക്കി നോക്കുക. അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് കട്ടാക്കി എടുക്കുക. ഞാൻ ചിക്കൻ കട്ടാക്കുന്നുണ്ട്. ദെൻ അതിനൊന്ന് വരഞ്ഞുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ഞാൻ സ്റ്റൗവിൽ പാൻ വെച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. സബോള ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ മിക്സി ഇത്തിരി പ്രശ്നമായതുകൊണ്ട് ഞാൻ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് തക്കാളി, ക്യാപ്സിക്കം എല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ടൊമാറ്റോ അടിച്ചു കൊടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പും പൊടികളും ചേർത്ത് നന്നായി പൊടിമണം മാറുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കട്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി ആവശ്യത്തിന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കുക. ഓൾമോസ്റ്റ് ചിക്കൻ ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കോരി മാറ്റി വെക്കുക. എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കുക. 2 ഗ്ലാസ് അരിയാണെന്നെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും മാഗി ക്യൂബും ചേർത്ത് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഞാനൊരു അരമണിക്കൂറോളം അരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിട്ടാ. നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു മസാലയൊക്കെ റെഡിയാക്കി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ കബ്സയുടെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ കബ്സയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? അധികം മസാലക്കുത്തൊന്നും ഇല്ലാത്ത നല്ല ജ്യൂസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കനൊക്കെ ആയിട്ടുള്ള കബ്സ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നോമ്പൊക്കെയാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. പിന്നെ എല്ലാം വളരെ സ്പീഡായിരുന്നു. വേഗം പാത്രം കഴുകി ഫുഡ് സെർവ് ചെയ്തു. അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. ചിക്കനൊക്കെ നല്ല ജ്യൂസിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.